ഇതിനോട് ബന്ധപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ. ഇനി എന്ത് ഇതിനോട് ബന്ധപ്പെട്ടത് കഴിഞ്ഞല്ലോ. മാതൃക മാത്രമല്ല, നമ്മളെ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉദാഹരണം കൂടിയാണത്. കേരളത്തിന് മതസൗഹാർദ്ദമില്ല, കേരളമാണ് ഇവിടെ ഏറ്റവും മോശമായ സംസ്ഥാനം പ്രചരിപ്പിക്കപ്പെടുന്നവർക്കുള്ളൊരു മറുപടി കൂടിയാണത്. ഉണ്ടല്ലോ, ഉള്ളതിൻ്റെ അത് നമ്മളെ പൂർവികർ ഇവിടെ നിലനിർത്തി പോകുന്ന ഒന്നാണ്, നമ്മളിലേക്കൊക്കെ പകർന്നു തന്നതുമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പ്രവാസികളുടെ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിലുണ്ടായി. അതുണ്ടായിട്ടുണ്ട്. പ്രവാസികൾ മാത്രമല്ല, എല്ലാവിധ ജനങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇതിന് പൂർണ്ണമായി സഹകരിച്ചു. അവരോടൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. ഞാൻ പെരുന്നാളിനന്ന് എഴുതിയ ലേഖനത്തിൽ അതിനെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട്. അത് കേരള സ്റ്റോറി എന്ന് അത് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അറബി പേരിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം ഒരു സംഭവമായിക്കോളുന്നില്ല. ഈ ഇഷ്ടപ്പെട്ടവളെ കൂട്ടിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം പോകുക എന്നുള്ളത് ഈ മനുഷ്യൻ്റെ സ്വഭാവമാണത്. അതിന് മതം നോക്കിയിട്ടല്ല. ഇപ്പോൾ പ്രേമിക്കേണ്ടത് മതം നോക്കിയിട്ടാണ് അല്ലല്ല. പിന്നെ ഇവിടെ കേരളത്തിൽ അങ്ങനെ മുസ്ലിങ്ങളെ പിന്നെ അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളതായ മതമില്ലാത്തവരെ പിടിച്ചുകൊണ്ട് പോകണ വല്ല സ്വഭാവം ഇവിടെ കേരളത്തിലുണ്ടോ? അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരുത്തം മറ്റൊരുത്തരെ സ്നേഹിച്ചാൽ ചിലപ്പോൾ അവളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവളവനെ കൊണ്ടുപോകും. ഇതൊക്കെ സ്വാഭാവികമല്ലേ. അതിനൊരു മതത്തിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാ. മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ജനങ്ങളിൽ വളരെയധികം മോശമാവുന്നൊരു ചിത്രം വരുത്തി തീർക്കുന്നതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഞങ്ങളെ പണിയാന്ന് തോന്നും, മുസ്ലിമീങ്ങളെ പണിയാണ്. ഇപ്പോൾ ഇങ്ങനെ മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളൊക്കെ മുസ്ലിമീങ്ങളല്ലാത്തവരെ സ്ത്രീകളൊക്കെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത്, അവരെ തട്ടിക്കൊണ്ടുപോവുക, ഇത് ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ മതമൊന്നും അവിടെ അവർക്ക് അത് തടസ്സമല്ല. അത് ആർക്കും അങ്ങനെ തന്നെ. ഇവിടെ പല മുസ്ലിങ്ങളല്ലാത്തവരും പലരും മുസ്ലിങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ തട്ടിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ പ്രേമിച്ചുകൊണ്ടുപോകുക ചെയ്യുന്നുണ്ടല്ലോ. ഇത് ലവ് ജിഹാദ് എന്നാണ്. ജിഹാദ് എന്നുള്ളൊരു പേരുണ്ടായതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളെ മാത്രം ഒരു സംഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാതെ ശരിയല്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത നിലനിർത്തി പോരുന്ന സമസ്ത പൂർവികമായും കൊണ്ട് സ്വീകരിച്ചു പോരുന്ന ഇന്നേ വരെ സ്വീകരിച്ചു പോരുന്ന ഒരു നയമുണ്ട്. ആ നയം എന്ന് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന ഈ സംഘടന എന്നുള്ള നിലക്ക് അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിനോടും പ്രത്യേകമായുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതെങ്കിലും ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിനെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാനോ ഒന്നും ആഹ്വാനം ചെയ്യൽ സമസ്തൻ്റെ പതിവല്ല. അപ്പോൾ സമസ്തയിലുള്ള ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. അവരുടെ പിന്നെ ഭൗതികമാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ അവരെ മതത്തിനക്ക് തകരാറ് സംഭവിക്കാത്ത നിലക്കുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പലരും അംഗങ്ങളായിട്ടുണ്ടാവും. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. അതൊന്നും ആരെങ്കിലും അങ്ങനെ സമസ്തയിൽപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സമസ്തൻ്റെ നയമല്ല എന്ന്, ഒരിക്കലും സമസ്തൻ്റെ നയമല്ല എന്ന് അത്രേ പറയാനുള്ളൂ അതിനെപ്പറ്റി. നാസിർ ഫൈസി പറഞ്ഞത് നാസിർ ഫൈസിനോട് ചോദിക്കുക, അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. വിശ്വാസത്തെ ബാധിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കും. അല്ല, മതവിശ്വാസത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുമോ? മതവിശ്വാസത്തിന് ഇവിടെ സമസ്ത നയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. ഈ ഇന്ത്യ രാജ്യത്തുള്ളതായ മതസൗഹാർദ്ദം മാത്രമല്ല, മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇവിടെ നിലനിർത്തണം. ജനാധിപത്യം ഇവിടെ നിലനിൽക്കണം. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ, ആ മതന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടണം. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? അങ്ങനത്തെ എല്ലാ ഏത് പാർട്ടികളിൽ നിന്നവരാണെങ്കിലും അവരിലൊക്കെ പ്രവർത്തിക്കുന്നവർ സമസ്ത കേരള ജമീയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ടവരിലുണ്ടാവാം. മതവിശ്വാസം സംരക്ഷിക്കുന്ന പാർട്ടികളുമായി കൂട്ടുകൂടുന്നത് വെറും മതവിശ്വാസം എന്നല്ല പറഞ്ഞത്, മനുഷ്യന് ആവശ്യമാവുന്ന കാര്യങ്ങൾ മതവിശ്വാസിക്ക് മതവിശ്വാസം സംരക്ഷിക്കപ്പെടണം, അതാണ് പറഞ്ഞത്. മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളില്ലേ, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഇവിടുത്തെ ഹിന്ദുക്കളെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവരെ മതവിശ്വാസം ഇവിടെ പല മതക്കാരില്ല ഇന്ത്യയിൽ, ഇവരൊക്കെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മതവിശ്വാസത്തെ ഹനിച്ചുകൊണ്ടോ അതിനെ ധ്വംസിച്ചുകൊണ്ടോ പ്രവർത്തിക്കുന്നതായ രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാൻ സമസ്തക്ക് സാധിക്കില്ല.
അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം അത് അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. അത് അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറക്കിയാൽ നടപടി ഉണ്ടാകുമെന്നുകൂടെ അല്ല, അതൊന്നും ഇപ്പം നമ്മൾ പറയാം. നടപടി ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ പിന്നെ പറയാമല്ലോ. അതും ഇപ്പം ഞാൻ പറയേണ്ടതല്ല. നമ്മൾ അത് അയാൾ പറയാം, അയാളോട് ചോദിച്ചു നോക്കി പറഞ്ഞതിനോട്.